നമസ്കാരം. പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ്, തൃശൂർ റോഡ്, ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന, ഇരിങ്ങാലക്കുട. കല്ലറ്റിങ്ങര നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷനിലെ ഭൗതിക സൗകര്യ വികസന പദ്ധതികളുടെ പ്രഖ്യാപനവും ഭിന്നശേഷി സംഗമവും ഇരിങ്ങാലക്കുട MCP കൺവെൻഷൻ സെന്ററിൽ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK സുധീഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് മുഖ്യാതിഥിയായിരുന്നു. സംസ്ഥാന ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജയഡാളി MV, ഭിന്നശേഷി കമ്മീഷണർ പ്രൊഫസർ ഡോക്ടർ PT ബാബുരാജ്, ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TG ശങ്കരനാരായണൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ KS തമ്പി, KP കണ്ണൻ, സരള വിക്രമൻ, സംസ്ഥാന ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടർ മൊയ്തീൻ കുട്ടി K എന്നിവർ ആശംസകൾ നേർന്നു. നിപ്മർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ അബ്ബാസ് അലി TK സ്വാഗതവും സാമൂഹ്യനീതി വകുപ്പ് ജില്ലാ ഓഫീസർ പ്രദീപൻ KR നന്ദിയും പറഞ്ഞു. ഇരിങ്ങാലക്കുട മണ്ഡലത്തിലെ ഭിന്നശേഷി മക്കൾക്ക് ആനന്ദപ്രദമായ ഒരു സംഗമത്തിന് വേദി സൃഷ്ടിക്കണമെന്ന് ഞങ്ങൾ നേരത്തെ തീരുമാനിച്ചിരുന്നു. നിപ്മറിന്റെ വികസന വഴികളിൽ പുതിയ നാഴികക്കല്ലുകൾ നാട്ടപ്പെടുന്ന സന്തോഷം പങ്കുവയ്ക്കുകയും നിപ്മറിന് ലഭിച്ച ഐക്യരാഷ്ട്ര സഭയുടെ അവാർഡ് മുൻനിർത്തി സ്ഥാപനത്തെ അഭിനന്ദിക്കുകയും കുറഞ്ഞ കാലം കൊണ്ട് സ്ഥാപനത്തെ നേട്ടങ്ങളിൽ നിന്ന് നേട്ടങ്ങളിലേക്ക് നയിച്ച അതിൻ്റെ മുൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ശ്രീ ചന്ദ്രബാബു സാറിന് സ്നേഹാദരങ്ങൾ അർപ്പിക്കുകയും ഒക്കെ ചെയ്യാൻ സമുചിതമായ തീരുമാനം കൈക്കൊള്ളാൻ സാധിച്ചു എന്നുള്ളതിലുള്ള സന്തോഷം ഞാനിവിടെ പങ്കുവയ്ക്കുകയാണ്. ഐക്യരാഷ്ട്ര സഭയുടെ ഏറ്റവും ഭിന്നശേഷി സൗഹൃദപരമായ പ്രവർത്തനങ്ങൾക്കുള്ള മികവ് തെളിയിച്ചതിന്റെ ഭാഗമായിട്ടാണ് നിപ്മറിന് അവാർഡ് ലഭിച്ചത്. അതുപോലെ ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഓരോ വർഷവും ക്രമമായി വർദ്ധിച്ചു വരുന്ന നിലയിലുള്ള ഫണ്ടിങ് നമ്മുടെ നിപ്മറിന് നൽകാൻ സാധിച്ചിട്ടുണ്ട്. ആ ഫണ്ട് കൃത്യമായി വിനിയോഗിച്ചുകൊണ്ട് സ്ഥാപനത്തിന്റെ സർവതോമുഖമായിട്ടുള്ള പ്രവർത്തനത്തിന് നിപ്മർ കുടുംബം സാമൂഹ്യനീതി വകുപ്പുമായി ചേർന്ന് നിന്നുകൊണ്ട് ആത്മാർത്ഥമായ ഇടപെടലാണ് നടത്തിയിട്ടുള്ളത്. പേര് വിളിച്ചവർ കേരള സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പിന് അർഹനായ കൂടിയാട്ടം കലാകാരൻ വേണുജിയെ മുനിസിപ്പൽ ചെയർമാൻ MP ജാക്സൺ വസതിയിലെത്തി ആദരിച്ചു. മുനിസിപ്പൽ കൗൺസിലർ ഡെലി സിജു യോഹന്നാൻ, VP രാധാകൃഷ്ണൻ, സിജു യോഹന്നാൻ, വർഗീസ് ജോൺസൺ, ജയശങ്കർ, വർഗീസ് തെക്കേക്കര എന്നിവരും MP ജാക്സണൊപ്പം ഉണ്ടായിരുന്നു. രാജ്യമെമ്പാടും വ്യാപിപ്പിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയിട്ടുള്ളത് വേണുജി. അങ്ങനെ തന്നെയാണ്. വേണുജി അന്യനാട്ടിൽ നിന്ന് വന്ന് ഇരിങ്ങാലക്കുടക്കാരനായി മാറി ഇരിങ്ങാലക്കുടയുടെ പ്രസിദ്ധിക്ക് വേണ്ടി ഇത്രയും കാലം, എത്ര വർഷങ്ങളായി ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ഇരിങ്ങാലക്കുടയുടെ പേര് ഏറ്റവും കൂടുതൽ ലോകമെമ്പാടും പരത്തിക്കൊണ്ടുവരുന്നതിന് വേണുജി വഹിച്ചിട്ടുള്ള പങ്ക് വളരെ വലുതാണ്. ഇന്നലെ തന്നെ അവാർഡ് കിട്ടി, ഇന്ന് തന്നെയാണ് ഒന്ന് കാണാൻ കാരണം ആ വേണുജിയോടുള്ള സ്നേഹവും ആദരവും
ഈ നാടിൻ്റെ കൃതജ്ഞതയും പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇന്നും ഞങ്ങളുടെ ഒപ്പം വേണുജി ഉണ്ട്, ഇനി നാളെ ഉണ്ടാവും. ഈ നാടിൻ്റെ പ്രശസ്തിക്ക് വേണ്ടി എന്നും ഞങ്ങളുടെ ഒപ്പം വേണുജി ഉണ്ട്. ഹരിത കേരളം മിഷൻ ആർത്തവ ശുചിത്വവും പാരിസ്ഥിതിക സുസ്ഥിരതയും ക്യാമ്പയിന്റെ ഭാഗമായി ജില്ലയിലെ തെരഞ്ഞെടുത്ത സ്കൂളുകളിൽ ഇൻസിനേറ്ററും ഹയർ സെക്കൻഡറി കോളേജ് വിദ്യാർത്ഥികൾ, കുടുംബശ്രീ അയൽക്കൂട്ട അംഗങ്ങൾ, ഹരിതകർമ്മ സേനാംഗങ്ങൾ എന്നിവർക്കുള്ള മെൻസ്ട്രൽ കപ്പ് വിതരണത്തിന്റെയും ജില്ലാതല ഉദ്ഘാടനം നടവരമ്പ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വെള്ളാങ്ങല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വത്സല ബാബു, വെളുക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ഉണ്ണികൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ് ജെ ചിറ്റിലപ്പള്ളി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഗ്രീഷ്മ സലീഷ്, ഗ്രാമപഞ്ചായത്ത് അംഗം രേണുക സജി, BRC പ്രോജക്ട് കോർഡിനേറ്റർ നീതു സുഭാഷ്, സ്കൂൾ പ്രിൻസിപ്പൽ അനിൽ KP, ഹെഡ്മിസ്ട്രസ് ഉഷ MV, SMC പ്രസിഡന്റ് സജീവൻ TS, PTA വൈസ് പ്രസിഡന്റ് ഗീതാഞ്ജലി ബിജു, MPTA പ്രസിഡന്റ് സന്നിജ സന്തോഷ് എന്നിവർ ആശംസകൾ നേർന്നു. ജില്ലാ കോർഡിനേറ്റർ ദിദിക C സ്വാഗതവും പ്രിൻസിപ്പൽ പ്രീതി MK നന്ദിയും പറഞ്ഞു. സേനാ അംഗങ്ങൾക്കും മെൻസ്ട്രൽ കപ്പ് വിതരണം ചെയ്യുന്നതിന് വേണ്ടി നിശ്ചയിക്കപ്പെട്ട പദ്ധതി. ഈ പദ്ധതി പ്രകാരം ഹൈജീനിക്കായ ആരോഗ്യകരമായ ശുചിത്വം നിറഞ്ഞ സമീപനത്തോടെ മാസമുറ ഉൾപ്പെടെയുള്ള ആ സന്ദർഭങ്ങളിൽ ഈ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ നമ്മുടെ വിദ്യാർത്ഥികൾക്കും കുടുംബശ്രീ സഹോദരിമാർക്കും ഹരിതകർമ്മ സേനാ അംഗങ്ങൾക്കും സാധിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആർത്തവകാലത്തെ ശുചിത്വം എന്നുള്ളത് സുപ്രധാനമായ ഒരു ആരോഗ്യ വിഷയമാണ്. പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും ആർത്തവത്തിന്റെ പേരിൽ പതിത്വം കൽപ്പിച്ച് അവരെ മാറ്റി നിർത്തുന്ന പഴഞ്ചൻ ധാരണകൾ ശരിയല്ല എന്ന് നവോത്ഥാന കാലത്ത് തന്നെ പ്രഖ്യാപിച്ച ഒരു സമൂഹമാണ് കേരളം. നവോത്ഥാന കാലത്ത് ശ്രീനാരായണ ഗുരു ഉൾപ്പെടെയുള്ള സാമുദായിക പരിഷ്കർത്താക്കൾ ആർത്തവം എന്നുള്ളത് ജീവശാസ്ത്രപരമായ ഒരു പ്രക്രിയ മാത്രമാണ് എന്നും അതിനെ ആ അളവിൽ കണ്ടുകൊണ്ട് തുല്യ അവകാശങ്ങളോടെ സമൂഹത്തിൽ ഇടപെട്ട് ജീവിക്കാനുള്ള പിന്തുണ നമ്മുടെ പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും നൽകണം എന്നും പറഞ്ഞു വച്ചിട്ടുണ്ട്. ഇരിങ്ങാലക്കുട നഗരസഭയുടെ ഭിന്നശേഷി വാർഡ് സഭ മുനിസിപ്പൽ ടൗൺ ഹാളിൽ മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ചിന്ത ധർമ്മരാജൻ ഉദ്ഘാടനം ചെയ്തു. നഗരസഭ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് VC വർഗീസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TA പോൾ, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റോണി പോൾ മാവേലി, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രവീൺസ് ഞാറ്റുവെട്ടി, മുനിസിപ്പൽ കൗൺസിലർമാർ എന്നിവർ പങ്കെടുത്തു. സഭകളിൽ വാർഡിൽ വരുന്ന ആവശ്യങ്ങളൊക്കെ നമ്മൾ എഴുതിയെടുത്ത് അതൊക്കെ പ്രാവർത്തികമാക്കും. പക്ഷേ നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണെന്നുള്ളത് അറിയാനും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാനും കൂടിയിട്ടാണ് ഇന്ന് ഈ ഗ്രാമസഭ നമ്മളിവിടെ ചേർന്നിരിക്കുന്നത്. ഇപ്പം ഞാനിവിടെ സൂപ്പർവൈസറോട് ചോദിച്ചു കഴിഞ്ഞ കാലം നമ്മൾ വെച്ച ഫണ്ടിനെ കുറിച്ച്. അപ്പോൾ ഫണ്ടൊക്കെ 100% എക്സ്പെൻഡിച്ചറായി എന്നാണ് പറഞ്ഞത്. ഇനി അതിന് സൂപ്പർവൈസറെ ഞാൻ അഭിനന്ദിക്കുകയാണ്. നിങ്ങൾ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതെല്ലാതും സാധിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ഫണ്ട് എക്സ്പെൻഡിച്ചർ ആക്കാൻ സാധിച്ചത്. ഇനി നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണെന്നുണ്ടെങ്കിലും അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിർദ്ദേശിക്കാം. എന്തായാലും ഇരിഞ്ഞാലക്കുട മുനിസിപ്പാലിറ്റി ഞങ്ങളുടെ എല്ലാ കൗൺസിലർമാരും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. എടതിരിഞ്ഞി HDP സമാജം ശ്രീ ശിവകുമാരേശ്വര ക്ഷേത്രത്തിലെ തിരുവുത്സവം ആഘോഷിച്ചു. വിശേഷാൽ പൂജകൾ, എഴുന്നള്ളിപ്പ്, പ്രാദേശികാഘോഷ കമ്മിറ്റികളുടെ കാവടി വരവ്, പ്രാദേശികാഘോഷ കമ്മിറ്റികളുടെ പൂരം വരവ്, കാഴ്ചശീവേലി, ദീപാരാധന, നിറമാല, ചുറ്റുവിളക്ക്, അത്താഴപൂജ, ശ്രീഭൂതബലി, വിളക്കെഴുന്നള്ളിപ്പ്, കുഴൽപ്പറ്റ്, കൊമ്പുപറ്റ്, തായമ്പക, ഭസ്മക്കാവടി വരവ് എന്നിവയായിരുന്നു പ്രധാന പരിപാടികൾ.
പതിമൂന്നാമത് ഇരിങ്ങാലക്കുട അന്താരാഷ്ട്ര ചലച്ചിത്രമേളയ്ക്ക് ശനിയാഴ്ച കൊടികയറും. രാവിലെ 9:30 മാസ് മൂവീസിൽ നടക്കുന്ന ചടങ്ങിൽ മുനിസിപ്പൽ ചെയർമാൻ MP ജാക്സൺ ചലച്ചിത്രമേള ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ ഫിപ്രസി പുരസ്കാരം നേടിയ സഞ്ജു സുരേന്ദ്രന്റെ ഗിഡ്ഗി ഗാവ് ഉദ്ഘാടന ചിത്രമായി പ്രദർശിപ്പിക്കും. അവിട്ടത്തൂർ പരേതനായ തെക്കാട്ട് രാമകൃഷ്ണൻ നായരുടെയും പരേതയായ പൊന്നാത്ത് ഭാമയുടെയും മകൻ ബാലരാജൻ അന്തരിച്ചു. 63 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച രാവിലെ 11:30 തിരുവില്ലാമല ഐവർ മഠത്തിൽ നടക്കും. സരോജിനി ഭാര്യയാണ്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.